സ്നാക്സുകൾ വാങ്ങിച്ചിട്ട് പോവാം. നമ്മളിന്ന് ഇവിടെയുള്ള ആൾക്കാരെ പറ്റിക്കാൻ പോകണം, ഇന്തോനേഷ്യക്കാരെ പറ്റിക്കാൻ പോകാനാട്ടോ. പട്ടീന്ന് വിളിക്കുന്നത് തന്നെ ബെലി 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 മംപീർ 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 മലയാളം. എന്ത് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന? ആരെങ്കിലും കൊന്ന് തല വെട്ടിക്കൊണ്ട് പോകണോ? ആണെന്നാ? അല്ലാഹ്. اوه ما شاء الله يسبيك عربي. الابواب بتفطر حتى القادمه هي الاخبار بالاخبار دي مترو دبي. തമിഴ് അറിയില്ല? തമിഴ് തെറിയുമാ? ഓ യു ഡോണ്ട് സ്പീക്ക് തമിഴ്? മലയാളം? ഹിന്ദി? ഹിന്ദി മാലൂം ഹേ തുമക്കോ? ഹിന്ദി അറിഞ്ഞൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ ഇല്ല അറിയത്തില്ല. ഇല്ല ഭാഷ ഇന്തോനേഷ്യ. ഇംഗ്ലീഷ് യു നോ ഇംഗ്ലീഷ്? ഇന്തോനേഷ്യ. യു ആർ ഇന്തോനേഷ്യൻ? നോ ഇംഗ്ലീഷ്. ഓ ആൾക്ക് മലയാളം അറിയത്തില്ല എന്നാണ് പറയുന്നത് കേട്ടോ. കുഴപ്പമില്ല. ഇപ്പോഴത്തേക്ക് വിട്ടേക്കും. ഇനി അടുത്ത വട്ടം കാണുമ്പോഴത്തേക്കും മലയാളം പഠിച്ചിട്ട് വേണം വരാൻ. ഓക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ആളടുത്ത് പോവാം. ഇവിടെയുള്ള ആൾക്കാരൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് ഹെൽമെറ്റിന് ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പണക്കാരനാവാം. നാളെ തന്നെ ഗവൺമെൻറ്റിൽ ജോലിയും കിട്ടും. സർക്കാർ ഫുഡ്, സർക്കാർ ചെലവിൽ ജീവിതം, സെക്യൂരിറ്റി, ഫ്രീ ക്വാർട്ടേഴ്സ്, ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രസ്സ്, ഒരു വലിയ കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത്. എല്ലാം കിട്ടും കേട്ടോ. നമുക്ക് അവിടെ വിൽക്കുന്ന എന്താന്ന് നോക്കാം കേട്ടോ. അവിടെ പോയിട്ട് എന്തെങ്കിലും വളുപ്പിറക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് എവളോ ഇത്? എന്തോ വെറൈറ്റി സാധനം കേട്ടോ ഇത് കൊടുക്കുന്നത്. വാഴയിലക്കകത്തൊക്കെ ഇട്ടേക്കുന്ന ഒരു ഐറ്റമാണ്. ഇന്ന് നമ്മൾ ഇവരുടെ ഭാഷയൊന്നും സംസാരിക്കത്തില്ല. ഒന്നെങ്കിൽ അറബി അല്ലെന്നുണ്ടെങ്കിൽ മലയാളം, തമിഴ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇன்றைக்கி நம்ம வந்து தமிழ் பேச போகிறோம். இந்தோனேஷியன் மக்கள்கிட்ட தமிழ் பேச போகிறோம். எப்படி இருக்குன்னு கேட்கலாம். ഓക്കെ, എങ്ങനെയുണ്ട് എൻ്റെ തമിഴ്? അണ്ണാച്ചിന്ന് വിളിക്കും എന്നെ എല്ലാവരും കൂടെ തന്നെ. ഇതെല്ലാം റമദാനുമായിട്ട് ബന്ധപ്പെട്ട ഫുഡാണ് കേട്ടോ. ഇവിടെ തൊപ്പി ഇരിപ്പുണ്ട്. ഇന്തോനേഷ്യൻ തൊപ്പിയാണ് കേട്ടോ ഇത്. ഒരു വണ്ടിയിൽ എത്ര പേരാണ്? MVD കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടിച്ച് തരും. എന്താ കല്ലം? അറബി ഇല്ല അറബി അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ രക്ഷപ്പെട്ടു. കാര്യം എനിക്കും അറബി അറിയത്തില്ലല്ലോ. തമിഴ് തെറിയുമാ? തമിഴ് നോ. ഭാഷ സജ. അവർക്ക് തമിഴ് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇനിയും നോക്കാം. ഇവരുടെ സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഒരു ചേരി പ്രദേശമാണ് കേട്ടോ. ഇവിടെ വന്നിങ്ങനെ വെളച്ചിലിറക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ ഒരു ധൈര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. സ്ഥലം അടിപൊളിയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിലത്തെ പ്രൈവറ്റ് ബസ്സില്ല, അതുമാതിരത്തെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാട്ടെ ഇത്. നല്ല കണ്ടീഷനാണ് വണ്ടി. അടുത്തൂടെ പോയി കഴിഞ്ഞാൽ സെപ്റ്റിക് ആവും. അതിൽ സ്ഥലമില്ല കേട്ടോ വണ്ടിയിൽ. വണ്ടി ഫുള്ളായി. ഫ്രണ്ടിൽ കയറാൻ പോവാ. നല്ല അസ്സലാമു അലൈക്കും പോലെ. എനിക്കൊരു കൂട്ടുകാരനെ കിട്ടി കേട്ടാ. நல்லா இருக்கீங்களா? സൗഖ്യമാ? സൗഖ്യം. കച്ചങ് ഹിജാവ് പയർ വെച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. സ്നാക്സുകൾ വാങ്ങിച്ചിട്ട് പോവാം. സ്നാക്സുകൾ വാങ്ങിച്ചിട്ട് പോവാം. നമ്മളെ കാക്കാക്ക് കച്ചവടം നടക്കുന്നില്ല കേട്ടോ. എന്ത് നോക്കിയിട്ടും കച്ചവടം നടക്കുന്നില്ല. കാക്ക ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ബെലി മതി വാ സെലാലു വാ. ആ ഷോപ്പിൽ എന്താ വിൽക്കുന്നത് നോക്കാം. ഇന്ന ടാസ്ക്കാണ്. വണ്ടി വരുന്ന ഭയങ്കര സ്പീഡിലാണ്. Assalamu alaikum. Waalaikumsalam. Apa kabar? Alhamdulillah, sehat. Kalam Arabic? Enggak. ആൾ അറബി അറിയത്തില്ലെന്ന് പറഞ്ഞ. മലയാളം, തമിഴ്? നോ. Di sini ada orang Tamil dekat. Tamil? Kampung Tamil? Enggak. Kampung Arab. Oh iya, kayak itu.
Di sana? Bisa jalan kaki? Bisa dekat Oh, oke. di dekat Yayasan Al Kausar. Al Kausar. Iya, Al Kausar. Masjid itu Al Kausar. Bukan yayasan sekolah. Sekolah AMI. Oh, AMI. Madrasah Ibtidaiyah. Oh, dekat itu kampung Arab ya? Iya, kampung Arab. Kampungan Arab. ഇനി ഉണ്ട് മക്കാനൻ buka puasa. നമ്മൾ ഇവരും വിൽക്കുന്നത് അതൊക്കെയാണ് കേട്ടോ. റിസോളാ ഇനി റിസോൾ. Risol. ഇതെല്ലാം ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. പല പല ഐറ്റംസ്. ബ്രൗണീസ്. ബാപ്പാക്ക് മാസാക്ക് ഇനി. Bukan. ജുവൽ. മുമ്പോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ അറബികൾ താമസിക്കുന്ന ഇന്തോനേഷ്യയിൽ അറബികൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിയെ പറഞ്ഞത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ അടുത്ത് അറബികൾ താമസിക്കുന്ന ഒരു കടയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇവരൊക്കെ വിചാരിച്ചേക്കുന്നത് ഞാൻ അറബിയാണെന്നാണ്. ഏത് കാട്ടറബിയാണെന്നായിരിക്കും അവർ നോക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്കിങ്ങനെ നടന്നു ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ട്. ഇത് ജ്യൂസോടെയാണ് കേട്ടോ. കട അവിടെ അതിൻ്റെ ഒപ്പം തന്നെയാണ് അവർ താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ എന്തോ തകൃതിയായിട്ട് ഈ താത്ത വിൽക്കുന്നുണ്ട്. ഓ, എന്തോ വെറൈറ്റി ഐറ്റം വിൽക്കുകയാണ് കേട്ടോ താത്ത. നമുക്കിതുവഴി നടക്കുന്ന കാര്യം ടാസ്ക്കാണ്. ഭയങ്കര തിരക്കുള്ള റോഡാണ്. റോഡിൽ കൂടെയാണ് എല്ലാവരും ചീറിപ്പായുന്നത്. രണ്ട് സൈഡിലും കടകളാണ് കേട്ടോ. താത്ത ഇരുന്ന് എന്തോ വിൽക്കുന്ന കേട്ടോ. ഇത് ബന്നും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് താത്ത ഇരുന്ന്. ഇത് നമ്മുടെ ജ്യൂസൊക്കെ സീലടിച്ച് കൊടുക്കുന്ന മെഷീനാണ്. നമുക്കെന്തായാലും ഈ സ്ട്രീറ്റിൻ്റെ മർത്താബക്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മുടെ പൊറോട്ട അടിച്ചിട്ട് നമ്മൾ ചുറ്റി വെക്കത്തൊന്നുമില്ല. പൊറോട്ട അടിച്ചിട്ട് അതിനകത്തോട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കും, എണ്ണയിലോട്ട് എടുത്തിടും. ഈ എണ്ണ ശരിക്കുള്ള എണ്ണയാണ് അത് ക്രൂഡ് ഓയിലാണെന്ന് അറിയത്തില്ല കേട്ടോ. ക്രൂഡ് ഓയിൽ മാതിരി ഇരിക്കുന്നു. അതിങ്ങനെ അതിനകത്ത് കിടന്ന് വറുത്ത് വരും കേട്ടോ. അവർ നല്ല തിരക്കിൽ ചൂട് പിടിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് എന്താ പറയുക, ആ കടയിൽ കയറാനുള്ള തിരക്ക് നോക്കി ഇത്രയും പേര് ആ സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. ഈ കടയിൽ നിൽക്കുന്ന ഇത്രയും ആൾക്കാർ. നല്ല തിരക്ക് പിടിച്ച കടയാണ്. ഈ സാധനം ഇവിടെ എല്ലാം ഇത് അകത്തോട്ട് പോകുമ്പോഴത്തേക്കും ഒരെണ്ണം അഗ്ഗും ഇടവഴി ഉണ്ട് കേട്ടോ. നമുക്ക് ഇടവഴിയിൽ നിന്ന് പോയി നോക്കാം എന്തായാലും. പിന്നെ അകത്ത് എന്താ ഉള്ളതെന്ന്. ഇനി വല്ല കൊള്ളസങ്കേതം വല്ലതും ആണോന്ന് അറിയാൻ വയ്യ. ഇത് വീടുകളൊക്കെ ഒരു പ്രത്യേക ശൈലി. ഒരു ഇരുട്ട് കേട്ടോ, ഒരു ഡാർക്ക് പിടിച്ച സ്ഥലം. എല്ലാം 2 നില വീടുകളൊക്കെ ഉണ്ട്. പണ്ടത്തെ പ്രൗഢിയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ പ്രൗഢിയൊക്കെ പോയി. അസ്സലാമു അലൈക്കും. നമ്മനെ സിയാഫാ ഹേനി. ഹേനി എന്നാണ് കേട്ടോ പുള്ളിൻ്റെ പേര്. ഹേനി അവിടെ നിന്ന് ഏണിപ്പുറത്തിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ഫോർട്ട്നൈറ്റ് എന്തോ ആണ് കളിക്കുന്നത്. മൈൻ ഫോർട്ട്നൈറ്റാ. വെടിവെക്കുന്ന കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഇരുന്ന്. അതൊക്കെ ഇച്ചില്ല സക്കാറങ്ക. വീടിൻ്റെ ഹോം ടൂർ പോയിക്കട്ടെ. ചോദിച്ചു കഴിഞ്ഞാൽ ആ കട്ടള ഊരി എന്നെ എറിയും. കൊച്ചിനെ കൊണ്ടുപോകുന്നൊരു താത്ത. നമ്മുടെ അത്രയും തിരക്കിന്നൊക്കെ പെട്ടെന്ന് ശാന്തമായപ്പോഴത്തേക്കുണ്ടല്ലോ അടിപൊളി കേട്ടോ. അതായത് വീട് നോക്കേ, എല്ലാ വീടും ഇതണക്ക് തടി വെച്ച് പൊക്കി നിർത്തിയേക്കാണ് കേട്ടോ. താഴെ ഫുള്ള് വെള്ളവും കുറേ വേസ്റ്റൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലാണ് താമസിക്കുന്നത്. നിങ്ങൾ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാനും കേട്ടിട്ടുണ്ട്. ആ ധാരാവി പോലത്തെ ഒരു സ്ഥലത്തോടാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇന്തോനേഷ്യയിൽ സുനാമി വന്ന മാതിരിയുള്ള സ്ഥലം കേട്ടോ. സുനാമി വന്നതാണോ ശരിക്കും അത് ആൾക്കാർ എന്താ സംഭവം എന്നറിയാൻ പറ്റും. എല്ലാം പൊളിഞ്ഞു വീണ് കിടക്കുകയാണ് ഇവിടെ എല്ലാം. അങ്ങോട്ടേക്ക് ഇനി വഴി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ എല്ലാം തടി കൊണ്ടുള്ള വീടാണ് കേട്ടോ. ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലകത്തുള്ള സംഭവങ്ങളൊക്കെ കാണാമായിരുന്നു. ഇവിടെ കൊണ്ട് ഈ വഴി അവസാനിക്കുവാണ് കേട്ടോ. ഇനി അങ്ങോട്ട് വഴിയില്ല. Agassi, from India? Yeah. How are you? I'm fine. Oh, what's your name? My name is Sudi. Yudi. Yudi. My name is Farooq. Oh, you speak good English. Pintar. Bye. Pintar. ഇവരെ നമ്മുടെ മുറ്റം പോലെ ഉള്ളത് മുറ്റവും തടിയാണ് കേട്ടോ. ആ വീട്ടിലോട്ട് കയറുന്ന മുറ്റവും എല്ലാം തടിയാണ്. അർത്തിന്യ പഞ്ചേ. നമ്മളിവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല. നമുക്കിനി ബാക്കി ഫുഡുകൾ കാണാനുണ്ട്. പിന്നെ കമ്പുങ് അറബികൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഇന്തോനേഷ്യൻ അറബികൾ. അപ്പോൾ അങ്ങോട്ടും കൂടെ പോകണം. ഇവിടെയൊക്കെ തകൃതിയായിട്ട് കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇല്ലാത്ത സാധനം ഒന്നുമില്ല. നമ്മുടെ നാട്ടിലത്തെ ഉണ്ണിയപ്പം മാതിരിയുള്ളൊരു സാധനം.
ഇത് ഉണ്ണിയപ്പം 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 എന്താ നാമ ഇത് ഉണ്ണിയപ്പം നാമ ഉണ്ണിയപ്പം ബുക്കാൻ ആ ഉണ്ണിയപ്പം അല്ല കേട്ടോ അത് ഉണ്ണിയപ്പം അല്ല നാമ ഇനിയപ്പാവാ ബോല ഊബി ഓ ബോല ഊബി കേട്ടാ കപ്പ പുഴുങ്ങി ഉരുട്ടി വെച്ചേക്കുന്ന സാധനമാണ് കേട്ടാ അത് അല്ല ഉണ്ണിയപ്പം അല്ല ഉണ്ണിയപ്പം കിട്ടുന്ന കട ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് നമ്മുടെ നാട്ടിലത്തെ സമൂസൊക്കെ കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിയാവുന്നു കേട്ടാ ഇവിടെ നടക്കുന്ന ആരുമില്ല അതുകൊണ്ട് റോഡിൽ കൂടെ നടക്കാൻ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് ഇവിടെ അടുത്ത ഇത് നമ്മൾ ഇടിയപ്പം പോലത്തെ ഒരു സാധനം ഇടിയപ്പമാണിത് പഠിച്ചോനെ ഇടിയപ്പം നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ മൂഡ് ഏതെങ്കിലും വണ്ടി കൊണ്ടുപോകും ഇവിടെ വേണ്ട ഇതാണ് നമ്മുടെ ഷവായി അൽഫാം ഹായ് ഹൗ ആർ യു ഇസ് ദിസ് ഫിഷ് ഫിഷ് ബുക്കാൻ ഇനി ബുക്കാൻ ഫിഷ് പട്ടി പട്ടി എന്ന് വിളിക്കുന്ന തന്നെ പട്ടി എന്ന് വിളിക്കുന്ന തന്നെ പറ്റി ഓ പറ്റിൻ ഫിഷ് പറ്റിൻ ഫ്രം കൊളം ദാരി കൊളം സുങ്ങായി ആ സുങ്ങായി പുഴയിലെ മീനാണ് കേട്ടോ ഇവിടെ വറുക്കുന്ന മറ്റേ ഒരു യക്ഷി വരുന്ന പാട്ടിലെ ഒരു സീനാണ് കേട്ടോ ഇവിടെ പുതുമഴയായി വന്നു ഞാൻ ആ ബാഗൂസ് എനക് ഗുഡ് ഇന്തോനേഷ്യയിലെ ഒരു സംഭവമാണ് സിഗരറ്റ് വലിച്ചുകൊണ്ട് നോമ്പ് പിടിക്കും ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും ഇല്ല ചില ആൾക്കാർ ഇവൻ്റെ സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് ഈ സാധനം വിൽക്കുന്നത് അവന് നോമ്പുണ്ടെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പ്രകൃതിയായിട്ട് കച്ചവടം നടക്കുന്ന കേട്ടോ യു സ്പീക്ക് ഇംഗ്ലീഷ് യു സ്പീക്ക് ഐ നോ യു സ്പീക്ക് മലയാളം അറിയോ മലയാളം ബഹാസ അക്കു മലയാളം ചാറ് വായിക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടാ ഞാൻ എന്തോ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഞാൻ കൊടുക്കത്തില്ല എന്നുള്ള കാര്യം അവനറിയില്ലല്ലോ ഹലോ അസ്സലാമു അലൈക്കും താഴെ ഇറങ്ങി നിൽക്കടാ അല്ലെങ്കിൽ ഞാൻ തള്ളിയിടും നിന്നെ യു സ്പീക്ക് ഇംഗ്ലീഷ് നോ ഓൺലി ഭാഷ നോ ഇംഗ്ലീഷ് ഓക്കെ അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ ഇവിടെയാണ് മറ്റേ ഇന്തോനേഷ്യൻ അറബികളുള്ള സ്ഥലം നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല മുട്ട ഉണ്ടെന്ന് കാക്ക ഓ കോഴിമുട്ടയാണ് കോഴിമുട്ട കോഴിമുട്ടയാണെന്ന് കേട്ടോ ഞാനിന്ന് ഇവരുടെ ഭാഷ സംസാരിക്കുന്നില്ല നൂഡിൽസ് ഇനി ബാജു നൂഡിൽസ് അങ്ങനത്തെ കുറേ കടകളും താണ്ടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അസ്സലാമു അലൈക്കും വേർ ഈസ് കമ്പുങ് അറബ് itu oh there dari kampung Arab bisa bahasa Arab oh masya Allah you speak Arabic oh ini oh masya Allah أنا أتحدث فقط قليل من العربية yeah الأبواب بتفطر محطة القادمة هي الأخبار دي مترو دبي يعني كده iya لا أنا من India tinggal Dubai bagaimana puasa Alhamdulillah lancar namanya siapa Pak ഹാരിസ് ഷംസുദ്ദീൻ എന്നാണ് കേട്ടോ പുള്ളിൻ്റെ പേര് പുള്ളിയെടുത്ത് കുറച്ച് പൊട്ട അറബിയൊക്കെ പറഞ്ഞപ്പോൾ ആൾ വിചാരിച്ചത് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നിങ്ങൾ തന്നെ എനിക്കൊരു വിലയും തരുന്നില്ല ആളെങ്കിലും കുറച്ച് വില തരട്ടെ എന്തായാലും അദ്ദേഹത്തി വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു അനക് ബൈ വണ്ടി പിടിക്കും കേട്ടോ താത്ത സ്കൂട്ടർ മാറ്റി കൊടുക്കും തെറൂസ് ഇന്തോനേഷ്യനിലെ അറബികൾ താമസിക്കുന്ന ഒരു വില്ലേജാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ വെറുതെ ചോദിച്ചാണ് ഒരാളെടുത്ത് ഇവിടെ അറബികളുണ്ട് നമ്മൾ പറഞ്ഞു ഇത് കമ്പുങ് അറബാണെന്ന് അറബികൾ താമസിക്കുന്ന വില്ലേജാണെന്ന് സംഭവം എന്ന് പറഞ്ഞാൽ പണ്ട് അറബികൾ യമനിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന അറബികൾ ഇവിടെ വന്ന് നിന്ന സ്ഥലമാണ് കേട്ടോ ഓൺലി ഫോർ ഗേൾസ് നോട്ട് ഫോർ മെൻ ഓൺലി ഗേൾസ് ഗേൾ നോ ബോയ് ഓ നോ ബോയ് ബട്ട് ഗുഡ് ക്വാളിറ്റി ഇവിടെ പെൺകുട്ടികൾക്കുള്ള ഷൂസാണ് കേട്ടോ ഞാൻ ചോദിക്കായിരുന്നു പെൺകുട്ടികൾക്ക് മാത്രമുള്ള സാധനമാണ് അത് ആൺകുട്ടികൾക്ക് ഇല്ലേന്ന്
ഇവരുടെ ഭാഷ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു രസമില്ല. ഈ നമ്മളിങ്ങനെ ഇംഗ്ലീഷും പൊട്ട ഇംഗ്ലീഷൊക്കെ വായിച്ചാലേ ഒരു രസമുള്ളൂ കേട്ടോ. Mampir, mampir. Mampir, mampir. Mampir sandal, Bu. Sandal yang bagus. Murah. കുറച്ചു നേരം നമ്മൾ ഇന്തോനേഷ്യയിലെ ചെരുപ്പ് വിൽക്കുന്ന ആളാണ് കേട്ടോ. Bahasa Palembang. Bahasa Palembang. Mampir. Jingok lah. Jinggola, jinggola. Jinggola, jinggola. Jinggola, jinggola. Mampir. Mampir sandal yang bagus. Oh, pogo. Murah meriah kita. നമ്മളിന്ന് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു ദിവസമാണ് കേട്ടോ. ഇവരെല്ലാവരും കൂടെ അകത്താക്കാതിരുന്നാൽ മതി. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എല്ലാവരും നോക്കുന്നുണ്ട് നമ്മളെ. ഞാൻ അതുകൊണ്ടാണ് ഈ സാധനം എടുത്ത് ഇട്ടത് കേട്ടോ. കിട്ടുമ്പോഴത്തേക്ക് കുറച്ച് വില കിട്ടും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്തോനേഷ്യയിൽ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ പൊട്ടനാണത്. അതെ, ഞാൻ പൊട്ടൻ തന്നെ. അങ്ങനെയെങ്കിൽ അങ്ങനെ. അസ്സലാമലൈക്കും. apa kabar? Pergi mana, Pak? Sana? Di mana itu? Kampung Arab, Pak? Arab. Kampung Arab di mana, Pak? Oh, itu dekat atau jauh? Jauh. Bisa jalan kaki ya? Ya. Nah, makasih ya, Pak. Dari mana? Dari India, Pak. India, belakang ya? Shahrukh Khan. Dil to pagal hai, dil diwana hai. Ya. Nonton movie Shahrukh Khan. ഹോബിയാ? ഭാഷ നമ്മുടെ ഷാരൂഖ് ഖാനൊക്കെ അറിയാന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. ഇതെന്തോ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന? ആരെങ്കിലും കൊന്ന് തല വെട്ടിക്കൊണ്ട് പോകണോ? ആണെന്നോ? അല്ലാ, റംബൂട്ട്. ഓ, മുടി വെട്ടുന്ന ആളാണ് കേട്ടോ. ഇതിനകത്ത് ഇനി റംബൂട്ട് ഇനി ബക്വാൻ. ഓ, ബുക്വാൻ. ഒന്നിൽ ബുക്ക പൂവാസ. നോമ്പ് തുറക്കാൻ നേരം കഴിക്കാനുള്ള ഒരു എന്തോ സാധനമായിട്ടാണ് നമ്മുടെ പുള്ളിക്കാരൻ പോകുന്നത് കേട്ടോ. നിക്കറൊക്കെ ഇട്ട് അടിപൊളി ഫ്രീക്കനായിട്ടാണ് പോകുന്നത്. ജാവൂയാ റൂമാ? ഓ, എല്ലാം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ഫുഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ വേണ്ട ഇവിടെ ഒരു ഡെലിവറിക്കായിട്ട് വന്നിട്ടുണ്ടല്ലോ. ആ വീട്ടുകാർ കഥ ഉറക്കുന്നുണ്ട്, അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. പാവം. ഇത് കണക്ക് ജ്യൂസ് വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ. പിള്ളേർ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ അതിൻ്റെ പുറകെ പോകും. ഇതെല്ലാം ജ്യൂസ് വിൽക്കുന്ന കടയാണ് കേട്ടോ. അൽപ്പുക്കാട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അവക്കാഡോയ്ക്ക് ഇന്തോനേഷ്യയിൽ അൽപ്പുക്കാട്ട് എന്ന് പറയുന്നത്. സാന്ദ്രി. ഓ, യാ. അസ്സലാമലൈക്കും. ഇതെന്തോ വറുക്കുന്ന കാര്യമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഉള്ളിവട മാതിരിയുള്ള ഒരു ഐറ്റം വറുത്തുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടുപേരും കൂടെ നിന്നിട്ട്. കച്ചവടം നല്ല തകൃതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇന്തോനേഷ്യക്കാർക്ക് എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഹായ്, ഹൗ ആർ യു? ഐ എം ഗുഡ്, താങ്ക് യു സോ മച്ച്. യു സ്പീക്ക് ഇംഗ്ലീഷ്? യു സ്പീക്ക് ഇംഗ്ലീഷ്. പലയമ്പാങ് ഭാഷ പലയമ്പാങ്. എടാ, നിന്നെ തട്ടിക്കൊണ്ട് പോട്ടെ ഞാൻ. നിന്നെ തട്ടിക്കൊണ്ട് പോട്ടെ എന്ന്. തിരക്ക് കൂടി വരികയാണ് കേട്ടോ. ഞാൻ പറഞ്ഞേക്കുന്ന നമ്മുടെ ഹാഫിസിൻ്റെ അടുത്ത് ഞാൻ കുറച്ചേരം ഇവിടെയൊക്കെ നിന്ന് കറങ്ങും, കുറച്ചേരം കഴിയുമ്പോൾ നീ എന്നെ വിളിക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഹാഫിസിൻ്റെ കയ്യിൽ ഫോണില്ല, എൻ്റെ കയ്യിൽ ഫോണുണ്ട്. അപ്പോൾ ഹാഫിസ് ഇവിടെ വന്നിട്ട് ഞാൻ ഈ വെള്ളം ഉടുപ്പിട്ടേക്കുന്ന ഇങ്ങനെ നടക്കുന്ന ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ ഇതുവഴി വണ്ടി ഓടിച്ച് വന്ന് ഇവിടെയൊക്കെ കറങ്ങി നോക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു ഏരിയ വിട്ട് അങ്ങോട്ടും പോകത്തില്ല കേട്ടോ. ഇത് ഹലോ അതെ, apa kabar? Kaif halik? ഹലോ, വരുന്നാ? കേരളത്തിൽ കൊണ്ടുപോവാം. نتحدث فقط الكلمة العربية. الأبواب تفتح محط القادمة إلى الأخبار بالأخبار. മെട്രോ അനൗൺസ്മെന്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബൈ. ഇനി ജറുക് ഓറഞ്ച്. ബൈ. അങ്ങോട്ട് പോയാൽ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോയി നോക്കാം. സൂര്യകാന്തിയൊക്കെ നമ്മുടെ സൈഡിലൊക്കെ സൂര്യകാന്തി ഉണ്ട്. ഒരു ആർട്ടിസ്റ്റിക് വില്ലേജ് ആണെന്ന് തോന്നിട്ട് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡിലില്ല, ഒരു സൈഡിൽ ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചേക്കുന്നത്. കുറേ കലാകാരന്മാരുടെ ഗ്രാമമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇവിടെ. ഒരുത്തം ക്ഷീണിച്ച് കിടക്കുകയാണ് കേട്ടോ. കളിക്കാൻ ആരും ഇല്ലാതെ കിടക്കാമെന്ന് തോന്നുന്നു. ഹലോ, ഹൗ ആർ യു? ആരെങ്കിലും എന്നെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. ഇത് കുറച്ച് ചേരി പ്രദേശമാണ് കേട്ടോ. വൃത്തി കുറച്ച് കുറവാണ് ഇവിടെ എല്ലാം. അവരുടെ വീടുകളുടെ താഴെ ഫുള്ള് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇട്ടേക്കാണ്. ഈ ക്യാമറ പിടിക്കുമ്പോൾ സൂക്ഷിക്കണം. എവിടെയെങ്കിലും വല്ല കുളിമുറിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ട്. ഹലോ, ഹായ്, ഹൗ ആർ യു? ഫുള്ള് പടങ്ങൾ വരച്ച് വെച്ചേക്കണം കേട്ടോ ഈ റോഡ് ഫുള്ള്.
ഈ വഴി ഫുള്ള്. ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉള്ള കണക്ക് ഫീൽ ചെയ്യുന്നു വീടുകൾക്കും സംഭവങ്ങൾക്കും. കോഴി ഇപ്പം ഫ്രൈ ആയേനെ. ഇവിടെ മറ്റേ കബറിൻ്റെ സാധനം. ഓ ഐ സി, അവിടെ ഇതാണ് കേട്ടാ നദിയാണ്. നദിക്കരയിലോട്ടാണ് നമ്മൾ നടക്കുന്നത്. അതാണ് ഇവിടെ എല്ലാം എന്താ പറയുക ഇമാതിരിയുള്ള ഒരു ഏരിയ. അവിടെ മൂസി നദിയുടെ കരയിലുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ ഇത്. അവിടെ ഒരാൾ കുളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ കുളിക്കും സീനൊക്കെ നമ്മുടെ ക്യാമറയിൽ പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ കെട്ടിയിട്ട് അടിക്കും. ഇന്തോനേഷ്യക്കാർ പാവങ്ങളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അസ്സലാമു അലൈക്കും. മൂസി വെള്ളത്തിന് നടുക്കുള്ള വീട്ടിലോട്ട് നടന്നു പോകാൻ കേട്ടോ പുള്ളിക്കാരൻ. നടന്നു പോകല്ല, വല വീശി മീൻ പിടിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. മഞ്ചിങ്, ഫിഷിംഗ്. യു ലൈക്ക് ഫിഷിംഗ്? സുക്ക. ഓ, വാട്ട്സ് യുവർ നെയിം? My name is Haikal. Haikal. My name is Lana. Lana. Is Afla. Afla. Jackie. Jackie Chan. Yeah. ഫുങ്. യാ, കടലിൻ്റെ ഓളം വരുന്ന മാതിരി ആ നദീൻ്റെ ഓളം വന്ന് അടിക്കുകയാണ് കേട്ടോ. ജംപറ്റൻ ആംപേറ. അസ്സലാമു അലൈക്കും. മീൻ പിടിക്കാൻ കേട്ടോ ഇവര്. ഇപ്പോൾ ഒരു സുനാമി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊടി പോലും കാണുന്നില്ല കണ്ടുപിടിക്കാൻ. പിടിച്ചോണ്ട് വന്ന മീൻ ഇവിടെ കൊട്ടുകയാണ് കേട്ടോ. ആ നദീൻ്റെ നടുക്ക് ഒരു വീടുണ്ട് കേട്ടോ. നടുക്കല്ല, ഏകദേശം അറ്റത്ത്. പക്ഷെ വെള്ളത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു വീട് വെച്ചേക്കുന്ന കേട്ടോ. അവരെങ്ങനെ അവിടെ താമസിക്കുന്നതെന്ന് അറിയാൻ വയ്യ. പക്ഷെ വെള്ളത്തിൽ നിന്ന് കുറച്ച് പൊക്കി വെച്ചേക്കാണ് കേട്ടോ ആ വീട്. അതിൻ്റെ ഫ്രണ്ടിലാണ് പുള്ളിക്കാരൻ ആ മീനെ തട്ടിയിടുന്നത്. ഇതാണ് കേട്ടോ പുള്ളി പിടിച്ച മീൻ. ഇന്നത്തെ ചട്ടിയിൽ ഇട്ട് വറക്കാൻ നിന്നേക്ക് ഒരു കൊഞ്ചും ഉണ്ട് കേട്ടോ. മീൻ, ചക്രശ്വാസം വലിക്കുന്ന മീൻ. പെട്ടക്കിന് ഹാർട്ട് നീ പെണ്ണങ്ങിയാലും ആളടുത്ത വല വീശാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അവിടെ പള്ളിയിൽ നിന്നൊക്കെ എന്താ പറയുക എന്തൊക്കെയോ ഓതുന്നതിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ നടന്ന് പോയി കഴിഞ്ഞാൽ കുറേ ദൂരം എത്താം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. കാര്യം നമ്മുടെ ഹാഫീസ് ഏത് വഴിക്കാണ് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. നമ്മൾ ആ പാലം മുറിച്ചാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ആ പാലത്തിൽ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പാലത്തിൻ്റെ താഴെ കൂടെ കുറേ കപ്പലും ബോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഇതുവഴിയും ചിലപ്പോൾ നമുക്ക് ആ റോഡിലോട്ട് ഇറങ്ങാനുള്ള വഴി ഉണ്ടാകും. നമുക്ക് തൽക്കാലം ഇതുവഴി കയറാം കേട്ടോ. കൊല്ലത്താണെങ്കിൽ തങ്കശ്ശേരിയൊക്കെ പോലത്തെ ഒരു സ്ഥലം കേട്ടോ. ഒരു ചേരി പ്രദേശമാണ്. ഒരു കടൽ തീരത്തുള്ള ഒരു വൈബാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ കടൽ തീരം അല്ല. വീടുകൾക്കൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട് കേട്ടോ. Yo guys, kalian apa kabar kalian? Hai, apa kabar? Baik ya. Ada puasa? Puasa. Tidak. Batal ini. അവൻ പറയാണ് ഇവന് നോമ്പില്ലാന്ന് കേട്ടാ. Ada puasa semua ya? Semua anak soleh. Alhamdulillah. Aku dari India. Acah. Bahasa India tahu? No. You speak English?
No. Itu bahasa Inggris dah. What is your name? Oh, my name is Farooq. What's your name? Raden. Darian. Raden. Raden. Raden എന്നാണ് പേര്. What's your name? Afsi. Afsi. What's your name? Linda. Linda. Paris. Inda. Paris. Paris. Oh, okay. Good, beautiful name. Nama yang bagus. Asian Marumakan. Marumakan. കുട്ടികളെ യൂട്യൂബ് ചാനലിന്റെ പേര് ചോദിക്കാണ്. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അവരെ പോലെ തന്നെ. യൂട്യൂബ് ദാദാ. പിള്ളേർ എവിടെ പോയാലും പിള്ളേരുടെ എനർജി അത് വേറെ തന്നെയാണ്. എസ്പെഷ്യലി ഇന്തോനേഷ്യയിലെ പിള്ളേർ. പിന്നെ ഇവിടെ തന്നെ ഈ വീഡിയോ ഉണ്ടോ, മഞ്ഞ പിന്നടിച്ച് വീടാണ് കേട്ടോ. പല വീടിനും പല കളറാണ് കേട്ടോ. അതെ, നീല, മഞ്ഞ, ഓറഞ്ച്, പച്ച, വെള്ള, അതിങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ നടന്ന് പല പല സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിർത്തി വിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിൽ പോലെ നടക്കത്തില്ല. ഓ, അപ്പോൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ റോഡിൽ കയറാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു അംഗനവാടിയാണ് കേട്ടോ. അംഗനവാടിയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് മക്കാൻ ബർഗീസി ഗ്രാറ്റിസ്, ഇവിടുത്തെ ഉച്ചഭക്ഷണം ഫ്രീ ആണെന്ന്. അപ്പോൾ അത് കണ്ടിട്ട് കുട്ടികളൊക്കെ വിടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരങ്ങനെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു പരസ്യം പോലെ അത് കൊടുത്തേക്കുന്നത്. നമ്മളങ്ങനെ നടന്ന് വീണ്ടും റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓഫീസ് വിളിക്കാൻ വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ. ഇവിടെയും എന്തൊക്കെയോ ജ്യൂസും കാര്യങ്ങളൊക്കെ വിൽക്കുവാണ്. തകൃതിയായിട്ട് ഒരാൾ എന്താ പരിപാടി. ഇവിടെ തന്തൂറ ഷോപ്പാണ് കേട്ടോ. കൊച്ചു പിള്ളേർക്കുള്ള കന്തൂറൊക്കെ ഇവിടെ ഉണ്ട്. അടിപൊളി, പല സൈസിലുള്ള കന്തൂറുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ചെരുപ്പ് ഊരിയിട്ടിട്ട് ഒന്ന്. അസ്സലാമു അലൈക്കും. ഹൗ ആർ യു? ഗുഡ്, അൽഹംദുലില്ലാ. ഇവിടുത്തെയും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ തുണികൾക്കെല്ലാം. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പരിപാടിയാണ്, പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ് ഇന്തോനേഷ്യയിലെ കയ്യിൽ, ഇന്തോനേഷ്യയിലെ ഡ്രസ്സൊക്കെ നല്ല ക്വാളിറ്റിയാണെന്ന്. ഇറ്റ്സ് ഓക്കെ, യൂസ് ഇറ്റ്, ഐ ജസ്റ്റ് ലുക്ക്. നാട്ടിലെ 1000, ഇവിടുത്തെ 2 ലക്ഷം. കൊള്ളാം, ക്വാളിറ്റി കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. പക്ഷെ കുറച്ച് ചൂടായിരിക്കും. ഇമാറാത്തി കന്തൂരാണ്, ഇമാറാത്തി. 7 ജനറേഷൻ്റെ മുന്നേ പുള്ളിക്കാരൻ്റെ ഉപ്പുപ്പ യമനിൽ നിന്നായിരുന്നു കേട്ടോ. സൈദാരി ഇന്ത്യ. Dari India. Yeah. Semoga sukses. Kakak perempuan. Oh, itu untuk perempuan ya? Oh, ini bagus. റഫയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു, ഒരു സർപ്രൈസ് ആയനെ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മുടെ ഹാഫിസ് എന്നെ അന്വേഷിച്ച് ഇവിടെ എത്തിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. റോഡിൻ്റെ സൈഡിൽ നമ്മളെ മുക്കിൽ വന്ന് സ്വറ പറഞ്ഞിരിക്കുന്ന കാക്കാന്മാരാണ് കേട്ടോ ഇവർ. അവർക്ക് വേണ്ടിയിട്ട് അവരായിട്ട് തന്നെ സെറ്റ് ചെയ്ത ഒരു ഇരിപ്പിടമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും. വാ, apa kabar? Baik, alhamdulillah. Santai. Ya, bani. Nunggu untuk buka puasa, nunggu. Ya. Nunggu untuk azan. Ya, masya Allah. ഹാഫിസ് വന്നിരിക്കുന്ന കേട്ടാ. പെട്ടെന്ന് ഹാഫീസിനെ കണ്ട്. ഹാഫീസ്, ഓക്കെ യു ജസ്റ്റ് കെയിം. അങ്ങനെ നമ്മുടെ ഹാഫീസ് വിളിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഹാഫീസ് ഓടാൻ പോയതാണ്. കറക്റ്റ് സ്ഥലത്ത്, ഞാൻ ഇന്ന സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഹാഫീസ് വന്ന് നമ്മളെ വിളിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാണ്. നമ്മൾക്ക് ജീവിതത്തിൽ കുറേ പ്രോബ്ലംസും സ്ട്രെസ്സും സമ്മർദ്ദങ്ങളും ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തൊരു ചിരി അത് വരുത്താൻ എനിക്ക് സാധിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ വീഡിയോസ് മാത്രം കാണുമല്ല നിങ്ങൾ, എനിക്കറിയാം കമൻസിൽ എപ്പോഴും അഭിപ്രായങ്ങളും സ്നേഹാന്വേഷണങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദി. അതുമാത്രമല്ല, ഞാൻ അതിന് ശരിക്കും വാല്യൂ കൊടുക്കുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ ഒരു വീഡിയോയിൽ സ്ഥിരമായി കമൻറ്റ് വരുന്ന ഒരാളുടെ കമൻറ്റ് വന്നില്ലെങ്കിൽ ശരിക്കും ഞാൻ ചിന്തിക്കും, എന്തു പറ്റി, അദ്ദേഹം കമൻറ്റ് ചെയ്തില്ല, പുള്ളിക്കാരി കമൻറ്റ് ചെയ്തില്ല, അങ്ങനെ വീഡിയോ കണ്ടില്ലേ, അതെന്താ സംഭവിച്ചത്, ഇഷ്ടപ്പെട്ടില്ലേ ഇനി അതും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വീണ്ടും എല്ലാവരെയും രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് മുന്നോട്ട് വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സമ്മാനമാണ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുമ്പോൾ അതിലൊരിതൊന്നുമില്ല. ഇന്തോനേഷ്യൻ മരുമകൻ സൈനിങ് ഓഫ്. ബൈ ബൈ.